നമസ്കാരം. പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ കൊൽക്കത്ത എന്ന അധികാര സ്ഥിരാകേന്ദ്രത്തിൽ നിന്നും വടക്കൻ ബംഗാളിലെ തേയിലത്തോട്ടങ്ങളിലേക്കും മലനിരകളിലേക്കും മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തുന്ന ഓരോ യാത്രയ്ക്കും കൃത്യമായ രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട്. കഴിഞ്ഞ ആഴ്ച കൊൽക്കത്തയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കിയതിന് തൊട്ടു പിന്നാലെ മമത വടക്കൻ ബംഗാളിലേക്ക് തിരിഞ്ഞത് വെറുമൊരു പര്യടനമല്ല, മറിച്ച് തൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൻ്റെ അച്ചുതണ്ട് മാറ്റിവരയ്ക്കാനുള്ള ശ്രമമാണ്. തെക്കൻ ബംഗാളിൻ്റെയും കൊൽക്കത്തയുടെയും അനിഷേധ്യ നേതാവായി തുടരുമ്പോഴും തനിക്ക് എന്നും വെല്ലുവിളികൾ മാത്രം നൽകിയിട്ടുള്ള വടക്കൻ മേഖലയിലെ പുതിയ കാറ്റും ഗതിയും പരിശോധിക്കുകയാണ് ഈ യാത്രയിലൂടെ മമത ലക്ഷ്യമിടുന്നത്. ചരിത്രപരമായി നക്സൽബാരി പ്രസ്ഥാനത്തിൻ്റെ തൊട്ടിലായി അറിയപ്പെടുന്ന വടക്കൻ ബംഗാൾ ഇന്ന് നേരിടുന്നത് ചുവപ്പ് വിപ്ലവകാരികളെയല്ല, മറിച്ച് BJPയുടെ കരുത്തുറ്റ കാവിക്കോട്ടകളെയാണ്. 1960കളിൽ ചാരു മജുംദാറും കന്നു സന്യാലും നയിച്ച കർഷക പ്രക്ഷോഭങ്ങളുടെ ഓർമ്മകൾ ഇരമ്പുന്ന ഈ മണ്ണിൽ ഇപ്പോൾ പോരാട്ടം നടക്കുന്നത് തൃണമൂലും BJPയും തമ്മിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ വടക്കൻ ബംഗാളിൽ തൃണമൂൽ നേരിട്ട ആഘാതം വ്യക്തമാകും. മേഖലയിലെ 77 സീറ്റുകളിൽ 30 BJP പിടിച്ചെടുത്തപ്പോൾ തൃണമൂലിന് ലഭിച്ചത് 23 സീറ്റുകൾ മാത്രമാണ്. വോട്ട് വിഹിതത്തിലെ നേരിയ വ്യത്യാസം പോലും മമതയ്ക്ക് ഈ മേഖല എത്രത്തോളം നിർണായകമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വെറുമൊരു അതിഥിയായല്ല, മറിച്ച് ഈ മണ്ണിൻ്റെ ആവശ്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള തയ്യാറുള്ള ഒരു നേതാവായിട്ടാണ് മമത ഇപ്പോൾ വടക്കൻ ബംഗാളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. കുച്ച്ബിഹാർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ തൃണമൂലിനുള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള അതൃപ്തികൾ മമതയ്ക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും മുൻ മന്ത്രിമാരും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും തഴയപ്പെട്ടത് വലിയ വിള്ളലുകൾക്ക് കാരണമായിട്ടുണ്ട്. കാലങ്ങളായി പാർട്ടിയെ നയിച്ച രവീന്ദ്രനാഥ് ഘോഷിനെ പോലെയുള്ളവർ മാറ്റി നിർത്തപ്പെട്ടതും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും അർഹമായ പ്രാതിനിധ്യം നൽകാത്തതും പ്രാദേശിക തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. തങ്ങളെ വെറും വോട്ട് ബാങ്കുകളായി മാത്രം കാണരുതെന്നും രാഷ്ട്രീയ പ്രാതിനിധ്യം വേണമെന്നുമുള്ള മുസ്ലിം വിഭാഗത്തിൻ്റെ ആവശ്യം വടക്കൻ ബംഗാളിലെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചേക്കാം. ഈ സാഹചര്യത്തിലാണ് മമതയുടെ പിൻഗാമിയായി ഉയർത്തിക്കാട്ടപ്പെടുന്ന അഭിഷേക് ബാനർജി നദാബാരിയിൽ നിന്നും പ്രചാരണം ആരംഭിച്ച് അണികളെ ഏകോപിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. വൈവിധ്യമാർന്ന സാംസ്കാരിക സ്വത്വങ്ങൾ നിലനിൽക്കുന്ന വടക്കൻ ബംഗാളിൽ കേവലം ഗ്യാസ് സബ്സിഡിയോ സാമൂഹിക പദ്ധതികളോ കൊണ്ട് മാത്രം വോട്ട് നേടാനാകില്ലെന്ന് തൃണമൂലിന് ബോധ്യമുണ്ട്. BJP ഈ മേഖലയിൽ നേടിയ വളർച്ച കേവലം നയപരമായ വിജയമല്ല, മറിച്ച് ജനങ്ങളുടെ ദീർഘകാലമായുള്ള വേവലാതികളെയും സ്വത്വബോധത്തെയും അഭിസംബോധന ചെയ്തതിലൂടെ ഉണ്ടായതാണ്. CAA, NRC തുടങ്ങിയ വിഷയങ്ങളിലും പാചകവാതക വിലക്കയറ്റത്തിലും ഊന്നിയുള്ള മമതയുടെ പ്രചാരണം BJPയുടെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. നക്സൽബാരിയിലെയും മൈനാഗുരിലെയും വിദ്യാലയ മൈതാനങ്ങളിൽ മമത നടത്തുന്ന പ്രസംഗങ്ങൾ കൊൽക്കത്തയിലെ ഭദ്രലോക് സമൂഹത്തോടുള്ള സംസ്കാരത്തേക്കാൾ പ്രായോഗികവും ആത്മാർത്ഥവുമാകേണ്ടതുണ്ട്. അവസാനമായി മമതാ ബാനർജിയുടെ ഈ വടക്കൻ പര്യടനം തൃണമൂൽ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസത്തേക്കാൾ ഉപരിയായി നിലനിൽപ്പിനായുള്ള ഉത്കണ്ഠയെയാണ് വെളിപ്പെടുത്തുന്നത്. BJPയുടെ ചിട്ടയായ പ്രചാരണത്തെ പ്രതിരോധിക്കുവാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് തെരുവിലിറങ്ങുന്നത് തൻ്റെ സ്വാധീന മേഖലകൾക്ക് പുറത്തേക്ക് അധികാരം നിലനിർത്താനുള്ള കഠിനമായ ശ്രമത്തിൻ്റെ ഭാഗമാണ്. കൊൽക്കത്തയിലെ ഹാളുകളിൽ തയ്യാറാക്കിയ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ജൽപായ്ഗുരിയിലെ ചായക്കടകളിലും ഡാർജിലിംഗിലെ മലനിരകളിലും എത്രത്തോളം വിശ്വാസ്യത നേടുമെന്നതാണ് മമതയുടെ വിജയം അടങ്ങിയിരിക്കുന്നത്. അധികാരത്തിൻ്റെ തണലിലല്ല, മറിച്ച് ജനങ്ങളിലേക്കുള്ള സാമീപ്യത്തിലൂടെയും പഴയകാല വിശ്വാസം വീണ്ടെടുക്കുന്നതിലൂടെയും മാത്രമേ വടക്കൻ ബംഗാളിൽ തൃണമൂലിന് ചുവട് ഉറപ്പിക്കുവാൻ ഇനി സാധിക്കൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.